എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് മാംഗോ ചീസ് കേക്ക്. ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്നൊന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പം മാങ്ങയ്ക്ക് പകരം ഇപ്പം മാങ്ങയുടെ പൾപ്പ് നമുക്ക് ഇന്ത്യൻ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും, അതായാലും മതി. പിന്നെ ഈ ബിസ്ക്കറ്റ് ഞാൻ എടുക്കുന്നുണ്ട്, അത് ക്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഈ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റഡ് ബട്ടറാണിത്, അത് ഞാൻ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് കപ്പ് കേക്കിൻ്റെ ട്രേയിലാണ്. കപ്പ് കേക്കിൻ്റെ ട്രേ ഞാൻ എന്താ ഇവിടെ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ പൗഡർ നമുക്ക് ഓരോ സ്പൂണായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ ഒരു 30 മിനിറ്റ്സ് വെച്ചേക്കണം. ഇനി നമുക്ക് മാംഗോയുടെ പൾപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് മാംഗോ കട്ട് ചെയ്തിട്ട്, ഇത് ഒരു ബ്ലെൻഡറിൻ്റെ ജാറാണ്, അതിലോട്ട് മാംഗോ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിടാം. ഇപ്പോൾ ഇതാണ്ട് ഞാൻ എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ്ട് മാംഗോ പൾപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്, ഒരു 8 ഔൺസ്. അത് നന്നായിട്ട് നമുക്ക് വിസ്ക് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, പൗഡർ ഷുഗറാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് നമുക്ക് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ്ട് ഞാൻ ഇത് നന്നായിട്ട് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രീം ചീസിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് കുറേശ്ശെയായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇതാണ്ട് ഇവിടെ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ആഡ് ചെയ്യണം. അതും കുറേശ്ശെയായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഫ്രീസറിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന അത് ഞാൻ ട്രേ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം സ്കൂപ്പറാണ്. അത് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ലെവൽ വരുത്തണം. ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു മിനിമം 3 hours എങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് 3 hours കഴിഞ്ഞിട്ട് നമുക്കിതെടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിന് പഴുത്ത മാങ്ങ തന്നെ എടുക്കണം. നിങ്ങളുടെ കപ്പ് കേക്കിൻ്റെ ട്രേ ഇല്ലെങ്കിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ട്രേയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്